ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഏറ്റവും പുതിയൊരു വീഡിയോ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന മോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഏറ്റവും പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. കേരളത്തിലെ PSCയും SSCയും ഒക്കെ നോക്കിയിരിക്കുന്ന കോച്ചിങ്ങിന് ഉൾപ്പെടെ പോകുന്ന ഒരു ഗവൺമെന്റ് സർവീസ് ഒക്കെ സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിലധികം ഒഴിവുകൾ കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും ഇത്തരത്തിലുള്ള ജോബ് വാർത്തകൾക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ മടിക്കേണ്ട, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക, ഉപകാരപ്പെടും. ഇനി അങ്ങോട്ട് വരുന്ന പോസ്റ്റുകളുടെയും ഓരോ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, +2, 10 ലെവലിൽ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒഴിവുകൾ വരുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇതുപോലെ ജോലി സാധ്യതകളും ജോലി അറിയിപ്പുകളും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ നിലവിൽ ഡിഗ്രി 10, +2, 8 ലെവലിൽ ആകെ 50,000-ലധികം ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പുതിയ അപ്ഡേറ്റ് പ്രകാരം 10th ലെവലിൽ 36,474 ജോബും, 8th ലെവലിൽ 952 ജോബും, 12th തന്നെ 22,961, പിന്നെ ഡിപ്ലോമ ലെവൽ, ITI ലെവലുണ്ട്, BTech ലെവലുണ്ട്. ഇനി ഗ്രാജുവേറ്റിന് ഞാൻ ഈ പറഞ്ഞ പോലെ 46,000-ലധികം ഒഴിവുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് എന്ന് വ്യക്തമായിട്ടും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. സോ വീഡിയോ ഒന്ന് കാണുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ഞാൻ ഈ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. അപ്പോൾ ചില പോസ്റ്റുകൾ നോക്കാം. ഒന്ന് നമ്മുടെ കേരള ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ഗവൺമെന്റ് ജോബ്സ് ഇൻ കേരള തന്നെയാണ്. അംഗൻവാടി റിക്രൂട്ട്മെന്റ് ഉണ്ട് സെപ്പറേറ്റ്. അതുകൂടാതെ നമുക്ക് മെയിൻ ആയിട്ട് കേരയുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 4 BCom, MCom, MSc, ME, MTech, MBA തരത്തിൽ ഗ്രാജുവേറ്റ്സിന് അപേക്ഷിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് എത്താനുള്ള കാര്യം നിങ്ങളോട് പറയാം. ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്ന് നോട്ടീസ് പറഞ്ഞു പോകാം. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട്. BTech ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്രന്റീസ്ഷിപ്പ് IT 12th 10th ലെവലിൽ സദേൺ റെയിൽവേ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ BTech ലെവലിലുള്ളത് NILIT എന്ന് പറയുന്ന ഒരു പ്രത്യേക പോസ്റ്റ് ഉണ്ട്. അത് പ്രോജക്ട് എഞ്ചിനീയറിംഗ് ലെവലിലാണ് വരുന്നത്. അതുകൂടാതെ ISROയിൽ BA, BCom, BSc ലെവലിൽ, അതുപോലെ തന്നെ ഡിപ്ലോമ ലെവലിലും നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പിന് 96 പോസ്റ്റുകളുണ്ട്. കേരള യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ട്. കൊച്ചിൻ പോർട്ട് അതോറിറ്റി വിളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് 10th ലെവലിൽ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ITI ലെവലിൽ IUCL അപ്രന്റീസ്ഷിപ്പ് 475 പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അതിന്റെയും ലാസ്റ്റ് ഡേറ്റ് 5/9/2025 സെപ്റ്റംബർ 5 മനസ്സിലാക്കുക. SSC ഓഫീസേഴ്സ് 260 പോസ്റ്റ്, ഇന്ത്യൻ നേവി, അത് കുറച്ചുകൂടി ഹയർ ക്വാളിഫിക്കേഷൻ ആണ്. ഇനി എനി ഗ്രാജുവേറ്റിന് അപേക്ഷിക്കാൻ പറ്റുന്ന NIACL വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള PSC ലെവലിലേക്ക് വരുമ്പോൾ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ട്രെയിനി, പക്ഷെ അത് 2 പോസ്റ്റുകൾ മാത്രമാണ്. പക്ഷെ അത് നിങ്ങൾ വിഷമിക്കേണ്ട. കൂടാതെ PSC ലെവലിലും, അതായത് അപ്രന്റീസ്ഷിപ്പ് ലെവലിലും ഒരുപാട് പോസ്റ്റുകളാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. അത് AAI എന്ന് പറയുന്ന, നിങ്ങൾക്കറിയാം, അസിസ്റ്റന്റ് ഓഫീസർ ഇൻഷുറൻസ് ലെവലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. LIC ലെവലിൽ ഇപ്പോൾ എഞ്ചിനീയേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് 10th ലെവൽ ജോബ്സ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ലോക്കോ പൈലറ്റ് ഉണ്ട്, പോസ്റ്റ്മാൻ ഉണ്ട്, വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്. ഈ ലെവലിൽ സാലറി സ്ലാബ് 25,000 മുതൽ 50,000 രൂപ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഈ സെപ്റ്റംബറിൽ ആദ്യ ആഴ്ചയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടലുകൾ ഓപ്പൺ ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ കിട്ടും, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ സൈറ്റ് ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ ജോബിന്റെയും ഗെറ്റ് ഡീറ്റെയിൽസും അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ലിങ്കും പറ്റും. അപ്പോൾ ഒരുപാട് ജോബുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവിടെ പോയി ജസ്റ്റ് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് അതിന്റെ എലിജിബിലിറ്റി നോക്കുക, അപ്ലൈ ചെയ്യുക, പരമാവധി വ്യക്തികളിലേക്ക് എത്തിക്കുക. ഏതെങ്കിലും ഒരു ജോബ് പെട്ടെന്ന് കയറി പറ്റണം എന്ന സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ഗവൺമെന്റ് സർവീസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ മടിക്കേണ്ട. കൂടുതൽ ഡീറ്റെയിൽസ്, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം വഴി അറിയിക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും പുതിയ ജോബ് അപ്ഡേറ്റ്സിനും ഇതുപോലുള്ള അറിയിപ്പുകൾക്കുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. തൽക്കാലം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.